ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ടോ? ക്രിസ്തുവുമായി അടുത്ത് ജീവിക്കുമ്പോൾ അത് കൂടുന്നതായി അനുഭവപ്പെടാറുണ്ടോ? പിശാചിന്റെ പരീക്ഷണങ്ങളെ എതിർത്ത് നിൽക്കാൻ നമുക്ക് ശക്തിയും ധീരതയും വേണം. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ക്രൈസ്തവ ജീവിതം ഒരു സ്ഥിര യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ നാം ഒറ്റയ്ക്കല്ല, മറിച്ച് കർത്താവിന്റെ കരം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഇത് പോരാട്ടമാണ്. തിന്മയുടെ രാജകുമാരനായ സാത്താന് എതിരെയായിട്ടുള്ള നിരന്തര പോരാട്ടം. ഓരോ പ്രാവശ്യവും പരീക്ഷണങ്ങളിൽ വീഴാതെ നാം എതിർത്ത് നിൽക്കുമ്പോഴും നാം ഈ യുദ്ധത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിജയത്തിൽ യേശു സന്തോഷിക്കുകയും ചെയ്യുന്നു. ബൈബിളിന്റെ ആദ്യത്തെ പേജ് മുതൽ സാത്താൻ സന്നിഹിതനാണ്. പിശാചിന്റെ മേൽ ദൈവം നേടുന്ന വിജയത്തോടെയാണ് വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത്. ശക്തി നമ്മുടെ മേൽ പ്രബലപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചു. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന ജപം അവസാനിക്കുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ടാണ്. നമുക്കും വിളിച്ചപേക്ഷിക്കാം സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കാൻ. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. നാം ജീവിതത്തിൽ പരീക്ഷണങ്ങളെ നേരിട്ട് നിൽക്കുമ്പോൾ അവന്റെ എല്ലാ പരീക്ഷണങ്ങളെയുമാണ് എതിർത്ത് നിൽക്കുന്നത്. പരീക്ഷണങ്ങൾ സാധാരണമാണ്. പരീക്ഷണ വേളകളിൽ പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഉരുവിടാം. തിന്മയെ എതിർത്ത് നിൽക്കാം. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ എല്ലാ തിന്മയിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ആമേൻ.